ബ്രിട്ടനിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി വിമാനത്താവളത്തിലേക്ക് മടങ്ങുന്നതിനിടെ യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഭാര്യ മെലാനിയയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തരമായി നിലത്തിറക്കി. ചെക്കേഴ്സിൽ നിന്ന് ലണ്ടനിലെ സ്റ്റാൻസ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേയായിരുന്നു സംഭവം. ട്രംപിന്റെ മറീൻ വൺ ഹെലികോപ്റ്ററാണ് പ്രാദേശിക എയർഫീൽഡിൽ ഇറക്കിയത്. തുടർന്ന് മറ്റൊരു ഹെലികോപ്റ്ററിൽ ട്രംപും ഭാര്യ മെലാനിയയും യാത്ര തുടർന്നു. ഹൈഡ്രോളിക് സംവിധാനത്തിൽ ചെറിയ തകരാറിനെ തുടർന്ന മുൻകരുതലിന്റെ ഭാഗമായി സ്റ്റാൻസഡ് വിമാനത്താവളത്തിൽ എത്തുന്നതിനു മുൻപ് പൈലറ്റുമാർ സമീപത്തുള്ള ഒരു പ്രാദേശിക എയർഫീൽഡിൽ ഹെലികോപ്റ്റർ ഇറക്കുകയായിരുന്നെന്നും പ്രസിഡന്റ് ട്രംപും ഭാര്യ മെലാനിയയും മറ്റൊരു ഹെലികോപ്റ്ററിൽ വിമാനത്താവളത്തിലേക്കുള്ള യാത്ര തുടർന്നെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലീവിറ്റ് പ്രതികരിച്ചു. സ്റ്റാൻസഡ് വിമാനത്താവളത്തിൽ 20 മിനിറ്റിൽ എത്തേണ്ടിയിരുന്ന ട്രംപ് ഹെലികോപ്റ്ററിന്റെ തകരാറിനെ തുടർന്ന് 20 മിനിറ്റ് വൈകിയാണ് എത്തിയത്. തുടർന്ന് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിൽ ട്രംപ് യു.എസിലേക്ക് മടങ്ങി. ധർമ്മസ്ഥലയിൽ കൂട്ടമായി മൃതദേഹങ്ങൾ മറവ് ചെയ്തെന്ന കേസിൽ ബംഗളഗുഡെ വനമേഖലയിൽ പരിശോധന നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം SIT ഇന്നും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. 2 തലയോട്ടികളും അസ്ഥിഭാഗങ്ങളുമാണ് കണ്ടെത്തിയത്. നിലത്ത് ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു ഇവ. ബുധനാഴ്ച ബംഗളഗുഡെ വനത്തിൽ നടത്തിയ പരിശോധനയിൽ 5 തലയോട്ടികളും 100ഓളം അസ്ഥിഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. ഇവയും നിലത്ത് ചിതറിക്കിടക്കുന്ന നിലയിലായിരുന്നു. മൃതദേഹ ഭാഗങ്ങൾ കൂടാതെ കയർ, വാക്കിംഗ് സ്റ്റിക്ക്, വിഷം സൂക്ഷിച്ചുവെന്ന് കരുതുന്ന കുപ്പി, തിരിച്ചറിയൽ കാർഡ് എന്ന് കരുതുന്ന വസ്തു എന്നിവയും കണ്ടെത്തിയതായാണ് വിവരം. ഈ പ്രദേശത്തു നിന്നാണ് 2012 കൊല്ലപ്പെട്ട സൗജന്യയുടെ മാതൃസഹോദരൻ വിറ്റൽ ഗൌഡ തലയോട്ടി കണ്ടെത്തി മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയ്ക്ക് നൽകിയത്. ഇവിടെ മന്ത്രവാദ ശ്ലോകങ്ങൾ രേഖപ്പെടുത്തിയ ലേഖനവും കണ്ടതായി ഇയാൾ വെളിപ്പെടുത്തിയിരുന്നു. വനത്തിലെ ദുർമന്ത്രവാദ സാധ്യതയും SIT പരിശോധിച്ചേക്കും. ലഭിച്ച അസ്ഥിഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് ബംഗളൂരുവിലേക്ക് അയച്ചു. 1998, 2014 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയുടെ വെളിപ്പെടുത്തലിൽ ജൂലൈ 3 കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചത്. ജൂലൈ 19 SITക്ക് കൈമാറി. 17 സ്ഥലങ്ങളിൽ കുഴിച്ചു പരിശോധിച്ചതിൽ 2 നിന്ന് അസ്ഥിഭാഗങ്ങൾ കിട്ടിയിരുന്നു. വിശദമായ പരിശോധനകൾ നടക്കുകയാണ്. സ്കൂൾ പരിസരങ്ങളിൽ കുട്ടികൾക്ക് പാമ്പുകടിയേൽക്കുന്നതടക്കം സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കരട് മാർഗരേഖ തയ്യാറാക്കിയ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി സ്ഥിരം സംവിധാനമാക്കിക്കൂടെ എന്ന് കോടതി ചോദിച്ചു. നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന കരട് മാർഗരേഖ നടപ്പിലാക്കുന്നതിനും സമയാസമയങ്ങളിൽ അത് വിശകലനം ചെയ്യുന്നതിനും ഒരു സ്ഥിരം സംവിധാനം ആവശ്യമാണെന്നും നിലവിൽ ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം ചേർന്ന സമിതിയാണ് കരട് മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നതിനാൽ ഇത്തരമൊരു സംവിധാനം തുടരേണ്ടത് ആവശ്യമാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. മാസത്തിലൊരിക്കലെങ്കിലും സമിതി യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഉചിതമാകില്ലേ എന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ശോഭ അന്നമായിപ്പൺ എന്നിവരുടെ ബെഞ്ച് ആരാഞ്ഞു. ബത്തേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ സാഹചര്യത്തിൽ സ്കൂളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് സമർപ്പിച്ച ഹർജിയുടെ തുടർന്ന് മാർഗരേഖ തയ്യാറാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പിന്നാലെ കെട്ടിടങ്ങളുടെ ഉറപ്പ്, ക്ലാസ് മുറികളുടെ അവസ്ഥ, ശുചിമുറികൾ, വൈദ്യുതി, ചുറ്റുമതിൽ തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ സ്കൂളുകളും സുരക്ഷാ ഓഡിറ്റ് നടത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളടങ്ങിയ കരട് മാർഗരേഖ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തദ്ദേശം, ആരോഗ്യം, വനം, വിദ്യാഭ്യാസ വകുപ്പുകൾ അടക്കമുള്ളവരുടെ പ്രതിനിധികൾ ചേർന്ന് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സ്കൂളുമായി ബന്ധപ്പെട്ട അപകടങ്ങളുണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനുള്ള വ്യവസ്ഥകളും ഉൾക്കൊള്ളിക്കണമെന്ന് ഹർജിക്കാർ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കി. അക്കാര്യങ്ങൾ സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണെന്ന് വ്യക്തമാക്കി കോടതി അടുത്ത വ്യാഴാഴ്ച കേസ് വിധി പറയാനായി മാറ്റി. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നുവെന്ന് പരാതികൾ ഉയരുന്നതിനിടെ സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ രാജിവെച്ചു. സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ സുനിൽകുമാർ പ്രിൻസിപ്പലിന് കത്തു നൽകിയിരുന്നു. ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടറായ തനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നും സൂപ്രണ്ട് ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നുമായിരുന്നു ആവശ്യം. എന്നാൽ കഴിഞ്ഞ കുറേ നാളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്ഥാനമാറ്റത്തിന് ശ്രമിക്കുന്നതെന്നും സൂചനകൾ വന്നിരുന്നു. ഉപകരണങ്ങളും മരുന്നും വാങ്ങിയ വകയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്. കമ്പനികൾ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയതോടെ വിവിധ വിഭാഗങ്ങളിലെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന നിലയാണ്. ഉപകരണങ്ങൾ വാങ്ങാൻ രോഗികളിൽ നിന്ന് പണം പിരിക്കരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞതിന് പിന്നാലെ യൂറോളജി വിഭാഗത്തിൽ ചില ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിരുന്നു. ഹൃദയ ശസ്ത്രക്രിയകളുടെ എണ്ണവും കുറച്ചിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ലാത്തവർക്ക് മരുന്ന് നൽകിയ ശേഷം നിശ്ചിത കാലാവധിക്കുള്ളിൽ എത്തണമെന്ന നിർദ്ദേശത്തോടെ മടക്കി അയക്കുകയാണ്. വിജിൽ തിരോധാനൻ കേസിൽ സുഹൃത്തുക്കളായ 3 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 2 ദിവസത്തേക്കാണ് 3 പ്രതികളെയും കൊയിലാണ്ടി കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയത്. 1-ാം പ്രതി നിഖിൽ, 2-ാം പ്രതി രഞ്ജിത്ത്, 3-ാം പ്രതി ദീപേഷ് എന്നിവരെ കേസിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ഒരുങ്ങുന്നത്. കസ്റ്റഡിയിലെടുത്ത 2-ാം പ്രതി രഞ്ജിത്തിനെ നിഖിലിന്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൾ കണ്ടെടുത്ത സരോവരത്തെ ചതുപ്പിന് സമീപം എത്തിച്ച് തെളിവെടുത്തു. ഇവിടെ നിന്ന് 53 അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തതിന് പിന്നാലെയാണ് 2-ാം പ്രതി രഞ്ജിത്തിനെ തെലങ്കാനയിലെ ഖമ്മത്തിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്.
സരോവരത്ത് തെളിവെടുപ്പിന് ശേഷം വിജിലന്റ് അസ്ഥികളുടെ ശേഷക്രിയ നടത്തിയെന്ന് പറയുന്ന വരക്കൽ കടപ്പുറത്തേക്കും രഞ്ജിത്തിനെ കൊണ്ടുപോയി. ശേഷം 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. സരോവരത്തിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥിഭാഗങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. DNA പരിശോധനയിലൂടെ ഈ അസ്ഥിഭാഗങ്ങൾ വിജിലന്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള നടപടികളുമായും പോലീസ് മുന്നോട്ടു പോകുന്നു. തുടർ ദിനങ്ങളിൽ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾക്കായി പ്രതികളെ ഒന്നിച്ചും വെവ്വേറെയും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. ബിരിയാണിയിൽ ചിക്കൻ കുറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെ വിരമിക്കൽ പാർട്ടിയിൽ തമ്മിൽ തല്ല്. പള്ളുത്തിരി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. തമ്മിൽ തല്ല് സ്റ്റേഷന് മുന്നിലെ റോഡിലേക്ക് നീങ്ങിയതോടെ സംഭവം വലിയ നാണക്കേടായി മാറി. പള്ളുത്തിരി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ ചടങ്ങിന്റെ ഭാഗമായി ജീവനക്കാർക്ക് ഉച്ചഭക്ഷണമായി ബിരിയാണി ഒരുക്കിയിരുന്നു. ഹോംഗാർഡുകളായ ചേർത്തല സ്വദേശികളായ ജോർജും രാധാകൃഷ്ണനുമാണ് തമ്മിൽ തല്ലിയത്. ഇവർ തമ്മിൽ ഡ്യൂട്ടിയുടെ പേരിൽ നേരത്തെ പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നും പറയുന്നു. ജോർജും രാധാകൃഷ്ണനും ബിരിയാണി കഴിക്കാനെത്തി. ഒരാൾ ചിക്കൻ കഷ്ണങ്ങൾ അധികമായി എടുത്തപ്പോൾ അടുത്തയാൾക്ക് കുറച്ചാണ് കിട്ടിയത്. ഇതേ ചൊല്ലി ഇവരും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും അത് കയ്യാങ്കലിൽ കലാശിക്കുകയുമായിരുന്നു. രാധാകൃഷ്ണന് തലയ്ക്ക് പരിക്കേറ്റു. ഇദ്ദേഹത്തെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്നാണ് വിവരം. 7 വർഷത്തിനിടെ ആദ്യമായി മെഡൽ നേടാതെ നീരജ് ചോപ്ര ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്തുക എന്ന സ്വപ്നം പൊലിഞ്ഞു. നിലവിലെ ചാമ്പ്യൻ നീരജ് ചോപ്രയുടെ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നിലനിർത്തുക എന്ന സ്വപ്നം വ്യാഴാഴ്ച ടോക്കിയോയിൽ തകർന്നു. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ നീരജ് ചോപ്രയ്ക്ക് 4 വർഷം മുൻപ് ചരിത്രപരമായ ഒളിമ്പിക് സ്വർണം നേടിയ അതേ വേദിയിൽ നിന്നും ഇപ്പോൾ നിരാശനായി മടങ്ങേണ്ടി വന്നു. ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ നടന്ന ലോക മീറ്റിലെ നിരാശാജനകമായ 8ാം സ്ഥാനം അദ്ദേഹത്തെ മടക്കി അയക്കുകയാണ്. നീരജ് ചോപ്രയുടെ ചില്ലറും കരിയറിൽ അപൂർവമായ ഒരു തിരിച്ചടിയായിരുന്നു ഈ നേട്ടം. 7 വർഷത്തിനിടെ ആദ്യമായി ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ മെഡൽ നേടുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 4 വർഷമായി അദ്ദേഹം പങ്കെടുത്ത എല്ലാ പ്രധാന ഇനങ്ങളിലും ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നതിന്റെ ശ്രദ്ധേയമായ പരമ്പരയ്ക്കും ഇത് അവസാനമായി. അതേസമയം ഒളിമ്പിക് ചാമ്പ്യനായ പാകിസ്ഥാന്റെ അർഷാദ് നദീമിനും ടോക്കിയോയിൽ മറക്കാനാവാത്തൊരു തോൽവി നേരിടേണ്ടി വന്നു. ടോക്കിയോ ഒളിമ്പിക് മെഡൽ ജേതാവ് നേരത്തെ തന്നെ തോറ്റു. തുടർച്ചയായി മോശം ത്രോകൾക്ക് ശേഷം 10ാം സ്ഥാനത്തെത്തിയത് പുരുഷന്മാരുടെ ജാവലിനിൽ അട്ടിമറികൾ നിറഞ്ഞ നേരത്തിന്റെ നാടകീയത വർദ്ധിപ്പിച്ചു. ഇസ്രയേൽ ടാങ്കുകൾ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്കടുത്തതോടെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുന്നു. 10,000ങ്ങളാണ് ഇപ്പോഴും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. പോർ വിമാനങ്ങളുടെ പിന്തുണയോടെയാണ് ടാങ്കുകൾ ഗാസ സിറ്റിയുടെ കേന്ദ്രത്തിലേക്ക് നീങ്ങുന്നത്. ഇസ്രയേൽ സൈന്യം വളഞ്ഞതോടെ ഗാസ സിറ്റിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ 40,000 പാലസ്തീൻകാർ പലായനം ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ. ഷെയ്ഖ് റദ്വാൻ, ടെൽ അൽ ഹവ എന്നീ പട്ടണങ്ങളിലാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് അടുത്ത നീക്കം. ഇവിടെയാണ് പലസ്തീൻ അഭയാർത്ഥികളിലേറെയും ക്യാമ്പുകളിൽ കഴിയുന്നത്. കിഴക്കൻ മേഖല ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഗാസയിലെങ്ങും ഇന്റർനെറ്റ്, ഫോൺ ബന്ധം വിച്ഛേദിച്ചതോടെ പുറം ലോകവുമായുള്ള ബന്ധം അറ്റ നിലയിലാണ്. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഗാസയിൽ വിലക്കുണ്ട്. നിലവിൽ പലസ്തീൻ മാധ്യമ പ്രവർത്തകർ ഫോൺ വഴിയാണ് വാർത്തകളും ചിത്രങ്ങളും കൈമാറുന്നത്. ഇന്റർനെറ്റും ഫോണും വിച്ഛേദിക്കുന്നതോടെ ഗാസയിൽ നടക്കുന്നത് പുറം ലോകം അറിയില്ല എന്ന സ്ഥിതിയുണ്ട്. രൂക്ഷമായ ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെന്നാണ് വിലയിരുത്തൽ. 24 മണിക്കൂറിനിടെ വെടിവയ്പ്പുകളിലും ബോംബാക്രമണങ്ങളിലുമായി 79 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. പട്ടിണി മൂലം കുട്ടിയടക്കം 4 പലസ്തീൻകാർ കൂടി മരിച്ചു. ഇതോടെ പട്ടിണി മരണം 147, കുട്ടികളടക്കം 435 ആയി. ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ 65,141 പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അതിന്റെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡിനെയും ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കണമെന്ന് UN രക്ഷാസമിതിയിൽ ആവശ്യപ്പെട്ട് പാകിസ്ഥാനും ചൈനയും. BLA ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ അഫ്ഗാനിസ്ഥാനിലാണ് പ്രവർത്തിക്കുന്നതെന്നും അതിർത്തി കടന്നുള്ള ആക്രമണത്തിനായി ഇവരുടെ 60ഓളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും UN-ലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ പറഞ്ഞു. 2011-ൽ രൂപീകരിച്ച മജീദ് ബ്രിഗേഡ് പ്രധാനമായും പാക് സേനയ്ക്കും ചൈനയ്ക്കുമെതിരെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ മാസം US ഇവയെ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമതാവളത്തിന്റെ അധികാരം തിരിച്ചുപിടിക്കാൻ ആലോചിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ താവളം താലിബാന് വിട്ടുകൊടുത്തതിനു ശേഷമാണ് US സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 2021-ൽ പിൻവാങ്ങിയത്. നമ്മൾ ആ താവളം തിരികെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ആ താവളം തിരികെ വേണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ മൊത്തുള്ള വാർത്താസമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞു. ചൈന ബാഗ്രാം എയർബേസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ് US സൈന്യത്തെ അവിടേക്ക് മടക്കിക്കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ചെറുക്കാൻ ബാഗ്രാമിൽ ഒരു ചെറിയ സൈനിക കേന്ദ്രം
നിലനിർത്തുമെന്ന് ട്രംപ് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. US സൈന്യം അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങിയേക്കുമെന്ന സൂചനകളാണ് ട്രംപിന്റെ വാക്കുകളിലുള്ളത്. അഫ്ഗാനിസ്ഥാൻ കാരണമല്ല, ചൈന കാരണമാണ് ഈ താവളം US-ന് നിലനിർത്തേണ്ടി വരുന്നതെന്നും ട്രംപ് പറഞ്ഞു. ചൈനയുടെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഈ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നതെന്നും ട്രംപ് പറഞ്ഞു. ബാഗ്രാം വ്യോമതാവളം വളരെക്കാലം US-ന്റെ പ്രധാന സൈനിക താവളമായിരുന്നു. കാബൂളിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ വടക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചൈന, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികളോട് ചേർന്നിതാണ്. 2021 നടത്തിയ പിൻവാങ്ങലിനിടെ താവളം US ഉപേക്ഷിച്ചത് തന്ത്രപരമായ പിശകായാണ് പല വിശകലന വിദഗ്ധരും കാണുന്നത്. US പിൻവാങ്ങലോടെ താവളം താലിബാന്റെ നിയന്ത്രണത്തിലായി. മേഖലയിൽ ചൈനയുടെ സാന്നിധ്യവും താൽപര്യവും വർദ്ധിച്ചു. താവളം തിരിച്ചുപിടിച്ചാൽ എതിർചേരിയിലുള്ള രാജ്യങ്ങളെ നിരീക്ഷിക്കാനും സൈനിക നടപടികൾ വേഗത്തിലാക്കാനും US-ന് കഴിയും. US-ലെ തീവ്ര വലതുപക്ഷ പ്രചാരകനായ ചാർലി കർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾക്ക് പിന്നാലെ പ്രശസ്ത അവതാരകൻ ജിമ്മി കിമ്മലിന്റെ ടോക്ക് ഷോ നിർത്തലാക്കിയ ABC നെറ്റ്വർക്ക് ട്രംപിനെ പിന്തുണയ്ക്കുന്നവർ ചാർലി കർക്കിന്റെ കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു കിമ്മലിന്റെ വാക്കുകൾ. കൊലപാതകത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ അനുശോചനത്തെ അദ്ദേഹം വിമർശിച്ചിരുന്നു. ഒരു 4 വയസ്സുകാരൻ ഗോൾഡ് ഫിഷിന് അനുശോചനം അർപ്പിക്കുന്നത് പോലെയാണ് ട്രംപിന്റെ പ്രവൃത്തിയെന്നായിരുന്നു വിമർശനം. കിമ്മലിന്റെ വാക്കുകൾക്കെതിരെ പ്രതിഷേധവുമായി പലരും രംഗത്തെത്തിയതോടെ പരിപാടി അനിശ്ചിതമായി നിർത്തിവെക്കുകയാണെന്നാണ് ABC നെറ്റ്വർക്ക് അറിയിച്ചത്. ഓസ്കർ അവതാരകൻ കൂടിയായ ജിമ്മി കിമ്മൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശകൻ കൂടിയാണ്. പരിപാടി റദ്ദാക്കിയത് വളരെ നല്ല കാര്യമാണെന്ന് പ്രതികരിച്ച ട്രംപ് ABC നെറ്റ്വർക്കിനെ അഭിനന്ദിക്കുന്നു എന്നും പറഞ്ഞു. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയ സൈനിക കരാർ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ ഭീഷണിയാകുമോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് കേന്ദ്രം. ഏതെങ്കിലും ഒരു രാജ്യത്തിനു നേരെയുള്ള ആക്രമണത്തെ സംയുക്തമായി നേരിടുന്ന തന്ത്രപരമായ സൈനിക കരാറിനാണ് പാകിസ്ഥാനും സൗദിയും രൂപം നൽകിയത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയും മേഖലയുടെ സുരക്ഷയും കരാർ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ എന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ ഏതുവിധത്തിലും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സൗദി സന്ദർശനത്തിനിടെ ബുധനാഴ്ചയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടത്. ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കരാർ എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മറുപടിയായി ഇന്ത്യ പാകിസ്ഥാന് നേരെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി കൈക്കൊണ്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചലോ ജീതേ ഹൈ സിനിമ വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കാൻ രാജ്യത്തെ മുഴുവൻ CBSE കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഒക്ടോബർ 2 എല്ലാ സ്കൂളിലും സിനിമ കാണിക്കണമെന്നാണ് നിർദ്ദേശം. മോദിയുടെ ബാല്യകാല ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് സിനിമ. സേവനം, ഉത്തരവാദിത്വം, കഥാപാത്രങ്ങളുടെ സ്വഭാവം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ സിനിമ ഉപകരിക്കുമെന്ന് സ്കൂളുകൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. സിനിമ കുട്ടികളിൽ പ്രചോദിപ്പിക്കുമെന്നും സഹാനുഭൂതിയും ആത്മപരിശോധനയും വിമർശനാത്മക ചിന്തയും വളർത്തുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 11 വയസ്സുകാരിക്ക് രോഗമുക്തി. മലപ്പുറം ചേലാരി സ്വദേശിയായ കുട്ടിയാണ് ബുധനാഴ്ച ആശുപത്രി വിട്ടത്. ഈ കുട്ടി പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരുന്നു. പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ 27-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട് നിർത്തിവച്ചിരുന്ന പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് തുടരുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് നാളെ വീണ്ടും പരിഗണിക്കാമെന്നും ശേഷം നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ടോൾ പിരിവിന്റെ കാര്യത്തിൽ ഉത്തരവിടാമെന്നും ജസ്റ്റിസുമാർ A. മുഹമ്മദ് മുഷ്താഖും ഹരിശങ്കർ V. മേനോനും വ്യക്തമാക്കി. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഗതാഗത കുരുക്കുണ്ടാകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഓഗസ്റ്റ് 6 മുതൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ചില ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചെങ്കിലും
കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയോട് ഈ കാര്യത്തിൽ അഭിപ്രായം അറിയിക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. കോടതി ചൂണ്ടിക്കാട്ടിയ ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ തൃപ്തികരമായ രീതിയിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സമിതി വ്യക്തമാക്കി. ഈ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ച് ഹർജി നാളെ പരിഗണിക്കാൻ മാറ്റിവെച്ചത്. കർണാടകയിലെ അലംഗ് മണ്ഡലത്തിലെ 6108 വോട്ടുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ച സംഭവം യാദൃച്ഛികമായാണ് തിരിച്ചറിഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വിശദീകരിച്ചത്. അലന്ത് മണ്ഡലത്തിൽ 6108 വോട്ടുകൾ നീക്കം ചെയ്യാൻ ആരോ ശ്രമിച്ചിട്ടുണ്ട്. 2023 തെരഞ്ഞെടുപ്പിൽ അലന്തിൽ എത്ര വോട്ടുകൾ നീക്കിയെന്നറിയില്ല. അത് ചിലപ്പോൾ 6108ലും കൂടുതലായിരിക്കും. യാദൃച്ഛികമായാണ് വോട്ട് നീക്കം ചെയ്യാനുള്ള സംഭവം കണ്ടെത്തിയത്. തന്റെ അമ്മാവന്റെ വോട്ട് നീക്കിയത് ഒരു വനിതാ ബൂത്ത് ലെവൽ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ആരാണ് തന്റെ അമ്മാവന്റെ വോട്ട് നീക്കിയതെന്ന് അവർ പരിശോധിച്ചു. സ്വന്തം അയൽക്കാരനാണത് ചെയ്തതെന്ന് കണ്ടെത്തി. എന്നാൽ അയൽക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾക്ക് ഈ കാര്യത്തിൽ ഒരു അറിവും ഉണ്ടായിരുന്നില്ല. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നവരോ നീക്കുന്നവരോ ഒന്നും അറിയുന്നില്ല. പുറത്തുനിന്നുള്ളവർ ഹൈജാക്ക് ചെയ്ത് വോട്ട് നീക്കം ചെയ്യുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ചുമത്തിയ അധിക തീരുവ നവംബർ 30-ന് ശേഷം പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകാമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. വ്യാപാര മേഖലയിലെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ചർച്ചകൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 25% തീരുവയും അധികമായി ചുമത്തിയ 25% തീരുവയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളാകാം രണ്ടാമത്തെ 25% തീരുവയ്ക്ക് കാരണമായത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലെ സംഭവവികാസങ്ങൾ പരിഗണിക്കുമ്പോൾ നവംബർ 30-ന് ശേഷം അധിക തീരുവയുണ്ടാകില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് വി അനന്ത നാഗേശ്വരൻ പറഞ്ഞു. സംസ്ഥാനത്ത് പാൽവില കൂടുമെന്ന് മന്ത്രി ചിഞ്ചുറാണി നിയമസഭയിൽ പറഞ്ഞു. ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ വില വർദ്ധിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ മിൽമ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. വില വർദ്ധിപ്പിക്കാനുള്ള അധികാരം മിൽമയ്ക്കാണെന്നും തോമസ് കെ തോമസ് MLAയുടെ സബ്മിഷനു മറുപടിയായി മന്ത്രി വ്യക്തമാക്കി. ക്ഷീരകർഷകർക്ക് പാലിന് കൂടുതൽ വില കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും 1 ലിറ്ററിന് 43.17 രൂപയാണ് കർഷകർക്കു നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് വിശിഷ്ട വ്യക്തികൾക്ക് താമസ ഗതാഗത സൗകര്യമൊരുക്കുന്നതിന്റെ ചുമതല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിവരസാങ്കേതിക വകുപ്പിലെയും പൊതുഭരണ വകുപ്പിലെയും സെക്ഷൻ ഓഫീസർമാർക്ക് ചുമതല നൽകിയുള്ള സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. അയ്യപ്പ സംഗമം സർക്കാർ പരിപാടി അല്ലെന്നും ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകിയുള്ള ഉത്തരവ്. സംഗമത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കായി പമ്പ, കുമരകം എന്നിവിടങ്ങളിലെ വിവിധ ഹോട്ടലുകളിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള താമസ ഗതാഗത സൗകര്യങ്ങൾ ഏകോപിപ്പിക്കാൻ 18 മുതൽ 21 വരെ M. കിരൺ, VN. ശിവപ്രസാദ് എന്നീ ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നത്. 17 മുതൽ ഇവരെ സാധാരണ ജോലികളിൽ നിന്ന് ഒഴിവാക്കിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. കാസർഗോഡ് സ്വവർഗരതിക്കാർക്കുള്ള ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് 16-കാരനെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതായി വിവരം. ചില ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചു നടന്ന പീഡനത്തിലും സാമ്പത്തിക ഇടപാടിലും ലോഡ്ജ് നടത്തിപ്പുകാർക്കും പങ്കുണ്ടെന്നാണ് സൂചന. അതേസമയം പീഡനം നടന്ന സ്ഥലങ്ങളിൽ ചന്തേര പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. ഇന്നലെ ചെറുവത്തൂരിലെ ലോഡ്ജിൽ പരിശോധന നടത്തി. കാസർഗോഡിനു പുറമെ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലും കേസുണ്ട്. അവിടെയും തെളിവെടുപ്പിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. 16-കാരനായ വിദ്യാർത്ഥി പീഡനത്തിനിരയായ കേസിൽ 12 പേരാണ് ഇതുവരെ പിടിയിലായത്. ഇത്തരം ഡേറ്റിംഗ് ആപ്പിൽ ലോഗിൻ ചെയ്യാൻ പൂർണ്ണമായ വ്യക്തിവിവരം രേഖകൾ സഹിതം നൽകണമെന്നില്ല. അതുകൊണ്ടുതന്നെ പ്രായപൂർത്തിയായെന്നു കാട്ടി ആപ്പിൽ അംഗമാകാം. കുറ്റകൃത്യത്തിന്റെ പേരിൽ ആപ്പിനെതിരെ നിയമനടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി പറഞ്ഞു. ആപ്പുകളിൽ ലോഗിൻ ചെയ്യാൻ വ്യക്തിവിവരങ്ങളും തിരിച്ചറിയൽ രേഖകളും നിർബന്ധമാക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബേക്കൽ AEO VK സൈനുദ്ദീൻ, റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരൻ ചിത്രരാജ് ഉൾപ്പെടെ 12 പേരെയാണ് ഇതുവരെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത്. മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് തൃക്കരിപ്പൂർ വടക്കുംപാട്ടെ സിറാജ് ഉൾപ്പെടെ 4 പേർ ഒളിവിലാണ്. പലതവണ പോലീസ് സിറാജിന്റെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു.
തിങ്കളാഴ്ച പോലീസ് എത്തിയപ്പോൾ വീട്ടിലുണ്ടായിരുന്ന സിറാജ് മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിയോടുന്നത് അമ്മ കാണുകയും തുടർന്ന് ഫോൺ പരിശോധിക്കുകയും ചെയ്തതോടെയാണ് സംശയം തോന്നിയത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിദ്യാർത്ഥിയിൽ നിന്ന് വിവരം ശേഖരിച്ചതോടെയാണ് പീഡനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത്. രാഹുൽ മാങ്കുട്ടൽ MLAക്കെതിരായ വെളിപ്പെടുത്തലിന് പിന്നാലെ നടി റിനി ആൻഡ് ജോർജിനെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെ കേസ്. രാഹുൽ ഈശ്വർ അടക്കം 5 പേർക്കും ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾക്കുമെതിരെയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തത്. തനിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപങ്ങൾ ചൂണ്ടിക്കാട്ടി റിനി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കേസ്. അധിക്ഷേപാർഹമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകൾ, യൂട്യൂബ് ചാനലുകളുടെ വിലാസം എന്നിവയടക്കമാണ് പരാതി. ജാമ്യമില്ലാ വകുപ്പായ IT ആക്ടിലെ 67-ാം വകുപ്പും BNSലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു ഓൺലൈൻ ചാനലിൽ റിനി നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയായിരുന്നു രാഹുൽ മാങ്കുട്ടൽ MLAക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നത്. റിനി ആരുടെയും പേരു പറഞ്ഞിരുന്നെങ്കിലും ഇതിനു പിന്നാലെ അവർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ആരംഭിക്കുകയായിരുന്നു. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട US പൗരനായ ഇന്ത്യൻ വംശജ രൂപിന്ദർ കൗർ പടേരെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയ ബ്രിട്ടനിൽ താമസിക്കുന്ന പ്രവാസി ഇന്ത്യൻകാരൻ ചരൺജിത് സിംഗ് റേവാൾ അറസ്റ്റിലായി. കൊലപാതകി സുഖ്ജിത് സിംഗും പിടിയിലായി. സ്വത്ത് തട്ടിയെടുക്കാനാണ് ചരൺജിത്ത് കൊലപാതകം ആസൂത്രണം ചെയ്തത്. പടേറിന്റെ കത്തിച്ച മൃതദേഹ ഭാഗങ്ങൾ ഓടയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 50 ലക്ഷവും വിദേശത്ത് ജോലിയുമാണ് സുഖ്ജിത് സിംഗിന് വാഗ്ദാനം നൽകിയത്. സൈറ്റ് വഴി പരിചയപ്പെട്ട ഇരുവരും അടുത്തു. പടേറിന്റെ സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കാമെന്ന് ഗ്രേവാൾ വാഗ്ദാനം ചെയ്തു. ലുധിയാനയിൽ താമസിക്കുന്ന സുഖ്ജിത് സിംഗിനെ പരിചയപ്പെടുത്തി. പ്രാദേശിക കോടതിയിൽ ടൈപ്പിസ്റ്റായിരുന്നു സുഖ്ജിത് സിംഗ്. മുൻപ് 2 വിവാഹം കഴിച്ചിരുന്ന പടേറോട് ഗ്രേവാൾ പിന്നീട് വിവാഹ അഭ്യർത്ഥന നടത്തി. അവരോട് വലിയ തുകകൾ കൈമാറാനും ആവശ്യപ്പെട്ടു. ജൂലൈയിൽ സ്വന്തം സ്ഥലമായ ലുധിയാനയിലേക്ക് വരാൻ പടേറോട് ആവശ്യപ്പെട്ടു. നിയമപരമായ കാര്യങ്ങളിൽ സഹായിച്ചിരുന്ന സുഖ്ജിത് സിംഗിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. പടേറിന്റെ പണം കൈവശപ്പെടുത്താനായിരുന്നു ഗ്രേവാളിന് താൽപര്യം. വിവാഹം കഴിക്കാൻ താൽപര്യമുണ്ടായിരുന്നില്ല. പടേറിനെ കൊലപ്പെടുത്തിയാൽ 50 ലക്ഷം രൂപയും വിദേശത്ത് പുതിയൊരു ജീവിതവും സുഖ്ജിത് സിംഗിന് വാഗ്ദാനം ചെയ്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സുഖ്ജിത് സിംഗ് തന്റെ വീട്ടിൽ വെച്ച് പടേറിനെ ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തി. മൃതദേഹം കത്തിച്ച് ഓടയിൽ തള്ളി. പടേറിന്റെ ഫോണും നശിപ്പിച്ചു. പടേറിന്റെ സഹോദരി അവരെ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. സംശയം തോന്നിയ സഹോദരി ഇന്ത്യയിലെ US എംബസിയിൽ വിവരം അറിയിച്ചു. എംബസി പോലീസിനെ ബന്ധപ്പെട്ടു. സുഖ്ജിത് സിംഗിന്റെ വീട്ടിലാണ് പടേർ താമസിച്ചിരുന്നതെന്ന് പോലീസിന് മനസ്സിലാക്കി. ചോദ്യം ചെയ്യലിൽ സിംഗ് കുറ്റം സമ്മതിച്ചു. പടേറിനെ കൊലപ്പെടുത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാൻ വീട് പെയിന്റ് ചെയ്തതായും സമ്മതിച്ചു. ഓടയിൽ നിന്നും മൃതദേഹം പിന്നീട് കണ്ടെടുത്തു. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. ബോധപൂർവം നുണ പറഞ്ഞ സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. നിയമസഭയിൽ തെറ്റായ വിവരം നൽകിയതിന് മുഖ്യമന്ത്രിക്കെതിരെ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകും. 2016-ൽ അധികാരമേറ്റ ശേഷം ഇതുവരെ 50-ൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് പിരിച്ചുവിട്ടത് എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. എന്നാൽ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് 144 എന്നാണ്. ഇത് നുണയും സഭയോടുള്ള അവഹേളനവുമാണ്. പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞ് 144 പോലീസ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് നിയമസഭയിൽ വയ്ക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഇല്ലാത്ത പക്ഷം അവകാശവാദം പിൻവലിച്ച് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2011-2016 കാലഘട്ടത്തിൽ സേനയ്ക്ക് മാനമോടകേടുണ്ടാക്കിയ 61 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടിരുന്നത്. എന്നാൽ പിണറായി വിജയൻ സർക്കാരിന്റെ 9.5 വർഷത്തെ ഭരണകാലയളവിൽ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരടക്കം 144 പേരെ പിരിച്ചുവിടണമെന്ന ശുപാർശയുണ്ടായിട്ടും സർവീസിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നവർക്കെതിരെ മാത്രമാണ് നടപടിയെടുത്തത്. ക്രിമിനൽ കേസിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാതെ ഈ സർക്കാർ സംരക്ഷിക്കുകയാണ്. നല്ല ഉദ്യോഗസ്ഥരെ മൂലക്കിരുത്തി ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ക്രമസമാധാന പാലന ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. സുപ്രധാന പദവികളിൽ കളങ്കിതരായ ഉദ്യോഗസ്ഥരെയാണ് ഈ സർക്കാർ നിയമിച്ചത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നിരവധി കേസുകളിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് സുപ്രധാന പദവി വഹിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് ഉദയകുമാർ ഉരുട്ടിക്കൊല കേസുകളിൽ പ്രതികൾ രക്ഷപ്പെടാൻ കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അനാസ്ഥയാണെന്നാണ്. എന്നാൽ ഈ കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് CBI ആണെന്ന കാര്യം മുഖ്യമന്ത്രി ബോധപൂർവം മറച്ചുവെച്ചു.
മുത്തങ്ങേരിയിൽ വിനോദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അടിച്ചു കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് അവിടെ വെടിവയ്പുണ്ടായത് എന്ന കാര്യവും മുഖ്യമന്ത്രി ബോധപൂർവം വിട്ടുകളഞ്ഞു. ആദർശധീരനായ AK ആന്റണിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.